ആ പറയൂ. ആരായിരുന്നു? ഹലോ. ഹലോ, ആ ഇയാള് എന്താണ് പേര്? എന്റെ പേരെന്താന്നോ? ആ എന്റെ പേരൊന്നും അറിയാതെയാണോ വിളിച്ചത്? പേര് പറയാന്നല്ലോ. നിങ്ങളെ പേരെന്താ? അപ്പൊ നിങ്ങളെ പേരെ ചോയ്സിന് മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? എന്റെ പേര് ലിയാഖത്ത് അലി എന്നാണ്. ഞാൻ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ആ നമ്പർ കിട്ടുന്നിടത്ത് നിങ്ങളെ പേരും കിട്ടുമല്ലോ. പിന്നെ എന്താ പ്രശ്നം? അപ്പൊ അതന്നെയാണ് ഉറപ്പുവരുത്തുന്നത്. നമ്പർ പല ആൾക്കാർക്കും അപ്പൊ ഉണ്ടാവും. അങ്ങനെ ചോദിച്ചാൽ മതിയല്ലോ ലിയാഖത്താണോന്ന്. പറയൂ, നിങ്ങളെ പേരെന്താ? എന്റെ പേരിപ്പോ മുഹമ്മദ് എന്ന് പറയും. ആ പറയൂ, എന്താ വിളിച്ചേ? നിങ്ങളിപ്പോ മൊത്തത്തില് മുസ്ലിങ്ങളെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയ ആളാണല്ലേ? അല്ല, നിങ്ങൾ വിളിച്ച കാര്യം പറയൂ. അതന്നെ ഇപ്പൊ പറയണത്. ആ ഈ റമദാൻ മാസത്തില് ആ ഇയാള് നോമ്പ് പിടിച്ചു അന്ന്. ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? അത് ഞാൻ ആരാന്ന് വെച്ചാൽ ഇയാളെ ഏത് മതത്തിലാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അല്ല, അത് നിങ്ങളോട് പറയേണ്ട കാര്യം എന്താണ്? അല്ല, അത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഏത് മതത്തിലാണെന്നുള്ള അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പൊ അറിയാലോ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ മതം ഏതാണെന്ന് ചോദിക്കാൻ എന്ത് കാര്യമാണ് നിങ്ങൾക്കുള്ളത്? അറിയേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാലോ. ആ പറയാൻ താല്പര്യമില്ലെങ്കിലോ? അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്താണ് വിമർശിക്കാൻ എന്തൊക്കെ യോഗ്യത? ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യത നേടിക്കണം. നിങ്ങൾ ഏതെങ്കിലും മറ്റുള്ളവരെ വിമർശിക്കാൻ. നിങ്ങളെ പ്രശ്നം എന്താണ്? നിങ്ങൾ വിളിച്ച കാര്യം പറയൂ. ഞാൻ നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കാൻ ഈ നിങ്ങൾക്ക് എന്ത് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളല്ലാത്തവർ. ഞാനല്ലാത്തവരെ ഞാൻ വിമർശിച്ചത് എന്താണ്? പറയൂ, എന്താ വിമർശിച്ച യൂട്യൂബ് നോക്കി അറിയാം ഇഷ്ടം പോലെ. എന്താണ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കാര്യം പറയൂ. എന്തായാലും സമയം മെനക്കെടുത്തരുത്. നിങ്ങൾ വിമർശിക്കാൻ നിങ്ങൾക്ക് എനിക്ക് വിമർശിക്കാൻ എന്റെ യോഗ്യത നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ആരാണ്? മൈര നീ കണ്ട പിന്നെ വലിയ മുതിർന്ന ആളുകളെ വിമർശിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ നാക്കടക്ക നല്ലത്. അല്ലെങ്കിൽ നീ എന്താകും സ്വയം പൂജ്യമായി മാറുന്നല്ലാതെ വിമർശിക്കപ്പെടുന്നവർ ഒരിക്കലും ഉണ്ടാവില്ല, താഴാൻ പോകും. ഈ തെറി വിളിച്ചത് നിങ്ങൾ ഏത് മതക്കാരനാണെന്ന് എനിക്ക് തെറി വിളിയെന്ന് മനസ്സിലായി. നിങ്ങൾ മുഹമ്മദിന്റെ മതക്കാരനായിരിക്കും, ഇസ്ലാമിലായിരിക്കും. ആ തെറി വിളിക്കാന്ന് പറഞ്ഞാല് നീ ഇസ്ലാമിൽ അനുവദനീയമായതുകൊണ്ടാണ്, സുന്നത്തായതുകൊണ്ട്. നീ വിമർശിക്കാൻ മാത്രം അവരെ വിമർശിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കണം. ഞാൻ എവിടെ എത്തി എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. നീ എത്തിയത് എവിടെയെന്നുള്ള ഇപ്പൊ നമുക്കറിയാലോ, യുക്തിവാദത്തിലാണ്. അതുകൊണ്ട് നീ അനക്കൊക്കെ ഉള്ള സ്ഥാനം അവിടെ തന്നെയാണ്. അതുകൊണ്ട് നീ യുക്തിവാദത്തിൽ പോയി എന്താ യുക്തിവാദം പ്രചരിപ്പിക്കുക. നമ്മളെ ഇസ്ലാമിനെ പറ്റിയിട്ട് പറയാൻ നിനക്ക് യോഗ്യതല്ല. അത് തീരുമാനിക്കുന്നത്. നീ പുറത്തു പോയവനാണ് ഹംക്കിന്റെ അർത്ഥമൊക്കെ എനിക്ക് അറിയാം. തിരിച്ചു വിളിക്കാത്തത് ഞാൻ ഇസ്ലാമിൽ അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ എനിക്ക് ഇസ്ലാമിന്റെ സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ്. ഇസ്ലാമിന് വേണ്ട ഹംക്ക് 1000 വട്ട ഹംക്ക് 1000. അപ്പൊ നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നു. അതെ, ഞങ്ങളെ വിമർശിക്കാൻ, മുസ്ലിങ്ങളെ വിമർശിക്കാൻ നിന്നെ പോലത്തെ യുക്തിവാദികളോ ഞാൻ മുസ്ലിങ്ങളെ വിമർശിച്ച ഒരു വിമർശനം പറയോ? മുസ്ലിങ്ങളെ വിമർശിച്ച ഒരു കാര്യം പറയോ? നീ മുസ്ലിങ്ങളിൽപ്പെട്ട വിശ്വാസികളെ വിമർശിച്ചിട്ടുണ്ട്. വിശ്വാസികളെ വിമർശിച്ച ഒരു കാര്യം പറയോ? ഒരു കാര്യം നോക്കി എനിക്കറിയില്ല. ഒരെണ്ണം പറയൂ സുഹൃത്തെ. നിങ്ങൾ ഇത്രയൊക്കെ തെറി വിളിക്കാൻ വേണ്ടി വിളിക്കുമ്പോ നിങ്ങൾക്ക് ഒരെണ്ണം അറിയണ്ടേ? അതുകൊണ്ട് ഒരെണ്ണം പറയൂ. നീ നിന്റെ പാട്ടിന് പോവുക. എന്റെ പാട്ടിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്റെ പാട്. ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ, ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കും. ഒരു അയവും ഉണ്ടാവില്ല. 1400 വർഷം പഴക്കമുള്ള ഇസ്ലാമിനെ വിമർശിക്കും. അതുകൊണ്ടാണ് വിമർശിക്കുന്നത്. ഒന്നിനും 1400 കൊല്ലം പഴകി കുളിച്ചൊരു സാധനമാണ് വിമർശിക്കുന്നത്. പ്രവാചകനെയും വിമർശിക്കും, ഇസ്ലാമിനെയും വിമർശിക്കും. അതന്നെ പറഞ്ഞ യുക്തിവാദിയാണ്. നീനൊക്കെ ചത്തുപോയി മണക്ക് കുഴിച്ചിടാൻ ആളുണ്ടാവില്ല. അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. കഴിഞ്ഞില്ലേ?